ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 59ന്റെ റിവ്യൂ ആണ്. സീസൺ 1 മലയാളം മുഴുവനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ആൾക്കാരും പറയുന്നത് കേട്ട് ആഗ്രഹം കൊണ്ട് കുറച്ച് എപ്പിസോഡുകൾ യൂട്യൂബിൽ നിന്നും ടെലിഗ്രാമിൽ നിന്നുമൊക്കെ സംഘടിപ്പിച്ച് കാണുകയുണ്ടായി. അതിൽ സാബുമോൻ്റെയൊക്കെ ഒരു ഗെയിം ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ അതിലെ പ്രധാനപ്പെട്ട ഗെയിം മൊമെൻറ്റുകൾ കിട്ടാൻ വഴിയുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഈ ഒരു സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം, വെറുതെ സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടി മാത്രം ഗെയിം കളിക്കാതെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പുറത്ത് വിടാൻ വേണ്ടിയുള്ള ഗെയിമും അവർ കളിച്ചിരുന്നു. എന്ന് വെച്ചാൽ സേഫ് ഗെയിം, ഇമേജ്, ഈ പറയുന്ന സംഗതികളെ കുറിച്ചിട്ട് ഉള്ള ഒരു ചിന്തയൊന്നുമില്ലാതെ ഒരു ഗെയിം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പിന്നീടുള്ള സീസണുകൾ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്, ഞാൻ സീസൺ 3 കാണാനായിട്ട് ശ്രമിച്ചിരുന്നു. ഒരാഴ്ച കൊണ്ട് ഞാൻ പരിപാടി നിർത്തി. എൻ്റെ ആ ഒരു വൈബായിട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. എന്നാലും പിന്നീടുള്ള സീസണുകളിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ഒരു കൂട്ടം ആളുകൾ, കൂടുതൽ ആളുകളും വെറുതെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഗെയിം കളിക്കുകയാണ്. വേറെ ആൾക്കാർ പുറത്തു പോകുന്നതിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ദിവസങ്ങൾ ഇവിടെ നിൽക്കുക. ഇപ്പോൾ സീസൺ 5 അത് കൂടുതലായും സീസൺ 6 വരുമ്പോൾ ഭൂരിപക്ഷം ആളുകളും എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകണം എന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ്. വേറെ ആൾക്കാരെ പുറത്തേക്ക് വിടാൻ വേണ്ടിയുള്ള ഗെയിമൊന്നും അവർ റിസ്ക് എടുത്ത് കളിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ സീസൺ കഴിയുമ്പോഴത്തേന് മൊത്തത്തിൽ ആ ഗെയിമിൻ്റെ സ്പിരിറ്റ് അങ്ങനെ മാറുമായിരിക്കും. ഏതായാലും ഇന്ന് ചലഞ്ചറായിട്ട് BB ഹോട്ടൽ ടാസ്ക് വഴി സാബുമോൻ വന്ന സമയത്ത് ഗെയിമിൽ ടോട്ടൽ ഒരു പോസിറ്റീവ് സംഭവം വന്നു. എന്ന് വെച്ചാൽ അതിനെ ഒരു ഗെയിമായിട്ട് നോക്കി കാണാനായിട്ട് നമുക്ക് തോന്നി. സാബു വളരെ നൈസായിട്ടാണ് കണ്ടസ്റ്റൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പുള്ളി വന്ന സമയത്ത് കുറച്ച് സെക്കൻഡുകളിൽ പുള്ളിക്ക് ഒരു അങ്കലാപ്പായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ആളുകൾ ഹൗസിലുണ്ട്. പുള്ളി അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് വല്ല വീട്ടിലും പോയിക്കൂടെ, എന്തോരം ആൾക്കാരാണ് ഇവിടെ, അത്രയധികം ആൾക്കാരുണ്ട്. അത് പ്രേക്ഷകരെയും അലവസരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇത്രയധികം ആൾക്കാരെ വെച്ചിട്ട് ഇനിയിപ്പോൾ 40 ദിവസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിലധികം ദിനങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും കണ്ടസ്റ്റൻസിൽ ഒത്തിരിയധികം ആളുകൾ അവിടെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിജോ പറഞ്ഞൊരു സംഗതിയുണ്ട്, കരയുന്നത് ഒപ്പിയെടുക്കാൻ വേണ്ടി ക്യാമറ റെഡിയായിട്ട് എപ്പോഴും നിൽക്കും. എന്തിനാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇന്ന് സാബു വന്ന എപ്പിസോഡ് കുറേയധികം കാര്യങ്ങൾ കാണിക്കാനായിട്ടുണ്ടായിരുന്നു. എന്നാലും അവസാനം നോറയുടെ വെറും ആക്രി കണ്ടന്റ്, റിപ്പീറ്റേഷനുള്ള കണ്ടന്റ് കുറേയധികം സമയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിക്കാം, നോറയുടെ ആ ഒരു വിക്ടിം ഗെയിം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. അതിനൊരു സമയം കൊടുത്തൂടെ? ഇത് എത്രയധികം സമയമാണ് എടുക്കുന്നത്? ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതിങ്ങനെ ഒരു സീരിയൽ പോലെ എന്നും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി വരുന്ന കണ്ടസ്റ്റൻസും ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കുറ്റം പറയേണ്ടതൊന്നുമില്ല. എത്ര സിമ്പിളായിട്ടാണ് നോറ ഇത്ര ദിവസങ്ങൾ സർവൈവ് ചെയ്യുന്നത്. ഗബ്രി പുറത്തു പോയി, എന്നിട്ടും നോറ പോയില്ല. ഈ നോറയുടെയും ജിൻഡോയുടെയൊക്കെ ഒരു ഗെയിമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ജിൻഡോയ്ക്കൊക്കെ നല്ല കാലിബറുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. എന്നാൽ ഇവരുടെ ഒരു ഗെയിമുണ്ട്. ഏതാണ്? രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കണ്ടന്റും കിട്ടിയില്ല, അല്ലെങ്കിൽ ക്യാമറ അവരിലേക്ക് അറ്റൻഷൻ കൂടുതൽ കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച് പറ്റി, അപ്പം തന്നെ ഇവരെന്നെ കാണിക്കും, ആ ജാസ്മിൻ്റെ പുറകെ പോകും. അപ്പോൾ ജാസ്മിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത്? ജാസ്മിൻ അത് ഏറ്റുപിടിക്കും. അപ്പോൾ കുറച്ച് സ്പേസ് കിട്ടും. നോറ ആണെന്നുണ്ടെങ്കിൽ അവിടെ കരച്ചിലായിരിക്കും, ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ പറയുന്ന ഒരു സംഭവമായിരിക്കും. ഇതെല്ലാം കറക്റ്റായിട്ട് സ്പേസ് കിട്ടുന്ന സംഗതിയാണ് എന്നുള്ളത് ഇവർക്കറിയാം. പക്ഷെ അത് എത്ര നാളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഷോ ഡയറക്ടേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസോഡുകളെ ഇത്രയധികം നശിപ്പിക്കുന്നത്, ലൈവുകളെ ഇത്രയധികം നശിപ്പിക്കുന്നത്. അവർ ഈ പറയുന്ന കരച്ചിലിന് കൂടുതൽ സ്പേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിക്ടിം ഗെയിം കണ്ട് 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 നമ്മൾ മടുത്തു. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹോട്ടൽ ഡേ 1 ആണ്. അപ്പോൾ ടണൽ ടീം, നെസ്റ്റ്, ഡെൻ എന്നിവരാണ് ജോലികളൊക്കെ ചെയ്യുന്നത്. പവർ ടീമാണ് ഹോട്ടൽ നടത്തുന്നത്. ടണലാണ് എന്റർടൈൻമെന്റ്, സ്പായും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. നെസ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡ്യൂട്ടികൾ ചെയ്യുന്നത്. ഡെൻ ആണ് കിച്ചൺ പരിപാടികൾ ചെയ്യുന്നത്. ഫുഡ്, പലതരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള ഓഫറിലാണ് അവർ കിച്ചണിലേക്ക് കയറുന്നത്. അതേപോലെ BB സ്പെഷ്യൽ തട്ടുകട പരിപാടികളൊക്കെ ഉണ്ട്. അത് ഞാൻ കണ്ടില്ല, ലൈവിൽ എപ്പിസോഡിലും കണ്ടില്ല. അത് ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കും. സാബുമോൻ ഹൗസിലേക്ക് വരികയാണ്. അത്രയധികം ആളുകൾ മറ്റേ വവ്വാലിനെ ഫ്ലൂറസെന്റ് കളർ അടുപ്പിച്ചതുപോലെയുള്ള കോസ്റ്റ്യൂമുകളൊക്കെ ഇട്ടിട്ട് സാബുമോനെ സ്വീകരിക്കാനായിട്ട് വരികയാണ്. അത്രയധികം ആളുകളെ കണ്ട സമയത്ത് പുള്ളിക്കാരൻ ചെറിയൊരു ഒരു ആദ്യം കുറച്ച് സെക്കൻഡ്സുകളിൽ ഒരു പതർച്ച ഉണ്ടായിരുന്നു. എന്താണിത്? പുള്ളി ചോദിക്കുകയും ചെയ്തു. സ്കൂൾ പിള്ളേരെ പോലെ എല്ലാവരും കൂടെ വരുന്നു. അവരുടെ ആ ഒരു സ്വീകരണം കാര്യങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു. പിന്നീടാണ് കുറച്ച് കയ്യിൽ നിന്നൊക്കെ പോയത്. ഈ ടിപ്പുകൾ കണ്ട സമയത്ത് പല ആളുകളുടെ കണ്ണ് മഞ്ഞളിച്ചു. അപ്സരയുടെയൊക്കെ ഒരു ടീം ടിപ്പ് എരന്ന് വാങ്ങുകയായിരുന്നു. എരന്ന് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിച്ച് വാങ്ങുകയായിരുന്നു. അതിലേക്ക് ഞാൻ വരാം. ജിൻഡോയുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണല്ലോ. ഇന്നലെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സാബുമാൻ്റെ പിറകെ നടന്ന് പതപ്പിക്കുക. സാബു നല്ലൊരു ഗെയിമറാണ്, ആരാധന എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക. അതേപോലെ താൻ ഇവിടുത്തെ ഒരു വലിയ ഗെയിമറാണ് എന്ന് സാബുവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തെ ഇമ്പ്രസ് ചെയ്യാനായിട്ടുള്ള നമ്പറുകൾ ഇറക്കുക. അതൊക്കെ തന്നെയാണ് ജിൻഡോയുടെ ഒരു പരിപാടി. വേറെ വലിയ കാര്യമായിട്ടുള്ള ഗെയിമൊന്നുമില്ല. ഗെയിമൊന്നും വലിയ കാര്യമായിട്ടില്ല. ഗെയിം ആർക്കുമില്ല.
ടണൽ ടീം എന്തൊക്കെയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലാതെ ഗെയിം ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ബിഗ് ബോസ് സാബുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രസികനും സൂത്രശാലിയുമായിട്ടുള്ള എക്കാലത്തെ മികച്ച ഒരു ഗെയിമർ എന്നുള്ള രീതിയിലാണ്. പ്രാങ്സ്റ്റർ ആയിട്ടുള്ള സാബുമോൻ എന്നുള്ളതാണ്. സാബുമോന്റെ ഒരു പ്രാങ്ക് നമുക്കിന്ന് കാണാനായിട്ട് സാധിച്ചു. അത് ടണൽ ടീമിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് വളരെ രസകരമായിട്ട് മുന്നോട്ടേക്ക് പോയി. പാവം ഋഷി ആകെ മൊത്തത്തിൽ കരഞ്ഞ് തളർന്നു പോയി. മികച്ച രീതിയിൽ ഡ്യൂട്ടികൾ ചെയ്യുന്ന കണ്ടസ്റ്റൻസിന് BB കോയിൻസ് ടിപ്പായിട്ട് കൊടുക്കാം. സാബുവിന് ഒരു കിഴി കോയിൻസ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. സാബു അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഈ കോയിൻസ് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അത് പതിവില്ലാത്തൊരു ചോദ്യമാണ്, പക്ഷെ അതിനകത്ത് നല്ല രസകരമായിട്ടുള്ള ഗെയിം സാധ്യതകളുണ്ട്. ബിഗ് ബോസ് പറഞ്ഞു തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിന് മുൻപ്, അല്ലെങ്കിൽ ഒരു ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തിരിച്ചെടുക്കണം. അത് നല്ലൊരു പരിപാടിയാണ്. അതിൽ പല ഗെയിം സാധ്യതകളുണ്ട്. അതെങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ടണൽ റൂമിലേക്ക് അപ്സര വെൽക്കം ചെയ്യുകയാണ്. ടണൽ റൂമിലേക്ക് വെൽക്കം ചെയ്ത സമയത്ത് അടുത്ത പണി അവർക്കിട്ട് കിട്ടി. സാബു പറഞ്ഞു, സ്നേഹത്തോടെ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചല്ലേ, നിങ്ങൾ പെട്ടിയും സാധനമൊക്കെ എടുത്ത് ഇറങ്ങിക്കൂ, ഞാൻ സിംഗിൾ ഒക്കപ്പൻസിയാണ്, ഈ റൂം മുഴുവനായിട്ട് എടുക്കുകയാണ്. പല ആളുകളും പല രീതിയിലാണ് ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശ്രീരേഖയുടെ ഒരു പരിപാടിയാണ് ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത്. ശ്രീരേഖ ഉത്കണ്ഠാക്ഷൻ എന്നെങ്ങാണ്ട് പറഞ്ഞ ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ക്യാരക്ടറിനെ പെർഫോം ചെയ്യുകയാണ്. അദ്ദേഹം ഭയങ്കര ഉത്കണ്ഠയിലാണ്. അദ്ദേഹം ഒരു മൂലയ്ക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ്. ക്യാമറ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം ഇടയ്ക്ക് എന്തൊക്കെയോ വന്നിട്ട് ഇങ്ങനെ കാണിക്കും. ആ ഉത്കണ്ഠ മറ്റേ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ സായിയുടെ റോബോട്ടും തമ്മിൽ എനിക്ക് ഇടയ്ക്ക് മാറിപ്പോകും. സെക്യൂരിറ്റിയാണ് ഇടയ്ക്ക് റോബോട്ടിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്. സായി കുറച്ചും കൂടെ സെക്യൂരിറ്റിയെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. സായിയുടെ സെക്യൂരിറ്റി പരിപാടികൾ ശരിക്കും ബാക്കിയുള്ള ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ശ്രീരേഖയുടെ ആ ഒരു അഭിനയ മുഹൂർത്തം ആളുകൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ആരാണ് ഈ സെക്യൂരിറ്റി എടുത്തത് എന്നൊക്കെ അവിടെ സാബു ചോദിക്കുകയുണ്ടായി. അപ്പോൾ നോറയാണ് അത് എടുത്തതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നത്. നോറ അങ്ങനെ മാനദണ്ഡങ്ങൾ വിവരിച്ച് ഒരു സെൽഫ് കോൾ അടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ജിൻഡോയുടെ കാര്യത്തിൽ. ജിൻഡോയ്ക്ക് ടിപ്പ് കൊടുക്കുന്ന സമയത്ത് നോറയ്ക്ക് ഇഷ്ടപ്പെടുമോ? കാരണം ജിൻഡോയൊക്കെ നോറയുടെ വലിയ എതിരാളികളാണ്. അപ്പോൾ നോറ പറയുകയാണ്, അധികം വിശ്വസിക്കൊന്നും വേണ്ട. അപ്പം സാബു ചോദിച്ചു, അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളെയാണോ നിങ്ങൾ ജോലിക്ക് എടുത്തിരിക്കുന്നത്? നോറ അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചു. അതേപോലെ നോറയോട് സാബു മറ്റേ ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത്, നോറയോടല്ല കോമൺ ആയിട്ട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് പോയിക്കൂടെ, മറ്റേ വീട്ടിൽ പോയിക്കൂടെ എന്നുള്ളത്. അങ്ങനെ പോകാനല്ല വന്നത് എന്ന് നോറ പറയുകയുണ്ടായി. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. BB ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹോട്ടലാണ്. എന്നാൽ അവിടെ അന്തപ്പൻ്റെ ലോഡ്ജ് പോലത്തെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ടിപ്പിന് വേണ്ടി ആളുകൾ പിറകെ നടന്ന് ഇരക്കുക, ഗസ്റ്റിന് ഒരു പ്രൈവസിയും കൊടുക്കാതെ അയാളുടെ പിറകെ നടന്ന് വെറുപ്പിക്കുക, ഗസ്റ്റിൻ്റെ പുറകെ നടക്കുക. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നിട്ട് നമ്മളുടെ പുറകെ ഇങ്ങനെ ആളുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണോ? അല്ല. എല്ലാ ഹോട്ടലുകളിലും വിളിക്കുമ്പോൾ വരിക എന്നുള്ളതല്ലാതെ നമ്മളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. ഇവിടെ ടിപ്പിന് വേണ്ടിയൊക്കെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണ്. പാട്ട് പാടട്ടെ, ഡാൻസ് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണ്. നന്ദനയൊക്കെ ഒരു പാട്ട് പാട്ടെ എന്ന് ചോദിച്ച സമയത്ത് സാബു പറയുകയുണ്ടായി, നിങ്ങളുടെ പാട്ടെല്ലാം ഞാൻ കേട്ട് മടുത്താണ്, എപ്പിസോഡിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പുതിയ വല്ല പാട്ടും കൊണ്ടുവരാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ ടിപ്പ് ടണൽ ടീമിന് കിട്ടുകയാണ്. സായിക്കാണ് ആദ്യമായിട്ട് BB കോയിൻ കിട്ടുന്നത്. അതിനുശേഷം അപ്സരയ്ക്ക് കൂടുതൽ കോയിൻസ് കിട്ടുന്നുണ്ട്. കാരണം അപ്സരയാണ് റൂമിലേക്ക് വിളിച്ച് കയറ്റിയതും റൂം കൊടുത്തതും ഒക്കെ. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല നന്ദനയ്ക്ക്. അതിൽ നിന്ന് ഷെയർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ്, എല്ലാം ഇൻഡിവിജ്വൽ ഗെയിമായിട്ടാണ് ടണൽ ടീമിലെ ശരണിയും അപ്സരയൊക്കെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഷെയർ കൊടുക്കാൻ മടിയുണ്ട്. എന്നാലും ഒരു 5 നന്ദനയ്ക്ക് കൊടുത്തു. അപ്പോൾ 5 നന്ദനയ്ക്ക് കൊടുത്ത സമയത്ത് വീണ്ടും സാബു ഹോട്ടലിൻ്റെ ചില രീതികൾ പറയുകയുണ്ടായി. സാധാരണ എല്ലാ ഹോട്ടലിലും ഈ ടിപ്പുകൾ ഇങ്ങനെ പൂൾ ചെയ്തിട്ട് അത് വീതിക്കുകയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതൽ കിട്ടി, ഒരാൾക്ക് കുറച്ച് കിട്ടി. അപ്പോൾ ഒരു കസ്റ്റമറെ സ്ഥിരമായിട്ട്, കൂടുതൽ കിട്ടുന്ന ഒരു കസ്റ്റമറെ സ്ഥിരമായിട്ട് ഒരാൾ കെയർ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മിക്കവാറുമുള്ള ഹോട്ടലുകളിൽ ടിപ്പ് പൂൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. എന്നാൽ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണ്, അത് അവർ സമ്മതിക്കുന്ന സംഗതിയല്ല. പിന്നീട് നമ്മൾ കണ്ടത് സിഗരറ്റ് ഏരിയയിലേക്ക് പോകുന്ന സാബുമോനെയാണ്. അപ്പോൾ അവിടെ സിഗരറ്റ് വലിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടല്ലോ. സീസൺ 1 സിഗരറ്റ് റൂമായിരുന്നല്ലോ ഏറ്റവും വലിയ ഗെയിം പ്ലാനിങ്ങിൻ്റെ ഇടം. അത് പിന്നീടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സിഗരറ്റ് അവിടെ ആകെ കിട്ടുന്നത് ജിൻഡോയ്ക്കാണ്. അപ്പോൾ ജിൻഡോയിൽ നിന്നൊരു സിഗരറ്റ് വാങ്ങിത്തരാമെന്നൊക്കെ സായിയും അതേപോലെ തന്നെ അഭിഷേകൊക്കെ പറയുന്നുണ്ട്. സിഗരറ്റ് സാബുമോൻ ചോദിച്ചിരിക്കുന്നു എന്ന് കേട്ട പാടെ ജിൻഡോ കഴിച്ചിരുന്ന ചോറും ഇട്ടിട്ട് ഓടിപ്പോയി കൈയും കഴുകി അവിടെ ചെന്നു, പതപ്പിക്കാനുള്ള ഒരു അവസരം നോക്കിയിട്ട്. അങ്ങനെ ജിൻഡോയുടെ സിഗരറ്റ് വാങ്ങിച്ചിട്ട് സാബുമോൻ വലിക്കുന്നു. സിഗരറ്റ് സാബുവിനും കൂടെ കൊടുക്കാനുള്ളത് ബിഗ് ബോസിനോട് നമ്മുടെ ജിൻഡോ ആവശ്യപ്പെടുകയാണ്. ഇതിനുശേഷമാണ് സാബുമോൻ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്യുന്നത്. നോറയെ സമ്മർദ്ദത്തിലാക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു ലക്ഷ്യം. ഈ HR ആയിട്ട് ഋഷി ചെയ്യുന്ന ആ ഒരു വർക്ക് അത്ര നൈസല്ല എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ ഉണ്ടായിരുന്നു.
അത് സാബു എടുത്തു പറഞ്ഞു. അത് നോറയോട് പറഞ്ഞ സമയത്ത്, നോറ അറിഞ്ഞ സമയത്ത് പിരിച്ചുവിട്ടേക്കാമെന്നുള്ളൊരു കമൻറ്റാണ് കേട്ടത്. അപ്പോൾ ആ ഒരു പിരിച്ചുവിടലിനെതിരെ ഉള്ള ഒരു സംഭവമായിട്ടാണ് അവരതിനെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എപ്പിസോഡിൽ അത്ര വ്യക്തമല്ലല്ലോ കാര്യങ്ങൾ. ലൈവിൽ അങ്ങനെയാണ് ഞാൻ കേട്ടത്. വളരെ സീക്രട്ടായിട്ടാണ് അവർ ആ ഒരു പ്രാങ്കിൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നോറയെ ഇത് ഏഷ്യയില്ല. നമ്മുടെ ഋഷി ആകെ മൊത്തത്തിൽ തകർന്ന് പണ്ടവരടങ്ങിപ്പോയി. ഗംഭീരമായിട്ടുള്ള വാക്തർക്കം, അടി പരിപാടികൾ. സിജോ അതേപോലെ തന്നെ ജാസ്മിൻ, ആ ഒരു ടീം സാബുമോനോടൊപ്പം നിന്ന് അടി കാണുകയാണ്. ബാക്കിയുള്ള ടീമും ഈ ടണലും പവറും കൂടെ തമ്മിലാണ് അടി ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അവരുടെ ഡ്യൂട്ടികളിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടികളിൽ ഏർപ്പെടുന്ന സമയത്ത് വേറൊരു കാര്യം ഓർത്ത് പറയുകയാണ്, ടിപ്പ് വാങ്ങുന്ന കാര്യത്തിൽ വളരെ ഡീസൻ്റ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ടീം നമ്മുടെ സിജോയുടെയും ജാസ്മിൻ്റെയൊക്കെ ഒരു ടീമാണ്. അവർ അങ്ങനെ എരന്ന് ടിപ്പ് വാങ്ങുന്നൊന്നുമില്ല, അവർ ചോദിക്കുന്നൊന്നുമില്ല, കിട്ടിയാൽ വാങ്ങും എന്നുള്ളതേ ഉള്ളൂ. അത്രയധികം എരന്നിട്ടും അപ്സരയുടെ ടീമിന് കിട്ടിയ ടിപ്പും അതേപോലെ തന്നെ ജാസ്മിൻ ആൻഡ് സിജോയ്ക്ക് കിട്ടിയ ടിപ്പും ഏകദേശം ഒന്ന് തന്നെയാണ്. അത്രയധികം ആളുകൾക്ക് കിട്ടിയ ഒരു ടിപ്പും ഇത്ര കുറച്ച് ആളുകൾക്ക് കിട്ടിയ ഒരു ടിപ്പും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ ഒരു രീതി അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ അടിമുക്കുന്ന സമയത്ത് ഋഷി വായി തോന്നിയെല്ലാം വിളിച്ചു പറയുകയും എന്നാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ചു കേൾക്കുന്ന സമയത്ത് വിഷമിക്കുകയും ചെയ്യുന്നത് നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട്. ഇവിടെ അപ്സര അഭിനയമാണ്, ഫേക്കാണ് എന്നൊക്കെ ഇങ്ങനെ ഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഋഷിയെ തിരിച്ച് എന്തോ അഭിനയത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് നന്ദനയോടും അപ്സരയോടും ഒക്കെ കലിപ്പാക്കി ഋഷി വിഷമിച്ചങ്ങ് പോയി. അദ്ദേഹത്തിൻ്റെ കരിയറിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പാവം പയ്യനാണ്. പിന്നീട് അമ്മയുടെ ഫോട്ടോ ഒക്കെ നോക്കി കരയുന്നത് കണ്ടു. ലൈവിൽ അത്രയധികം പെർഫോമൻസ് കാഴ്ചവെച്ച ശ്രീരേഖയ്ക്ക് എപ്പിസോഡിൽ ഒരു ഇത്തിരി ഇടം കിട്ടി. അത് ഗസ്റ്റിനെ പാട്ടുപാടി സന്തോഷിപ്പിക്കുന്ന ഒരു നിമിഷത്തിലാണ്. അപ്പോൾ പാട്ടുപാടി സന്തോഷിപ്പിക്കാം, ഞാൻ പെണ്ണുങ്ങളുടെ സൗണ്ടിലൊക്കെ പാട്ട് പാടുമെന്ന് ശ്രീരേഖ പറയുന്നു. ഏതായാലും ആ ഒരു പാട്ടിന് ശേഷം ശ്രീരേഖയ്ക്കും കിട്ടിയ ഒരു ടിപ്പ്. ഇതിനുശേഷം എപ്പിസോഡിൽ നമ്മൾ കണ്ടത് റസ്മിൻ, ജാസ്മിൻ, അവർക്കിടയിലേക്ക് വരുന്ന നോറ, അതിനിടയിൽ ഉണ്ടാക്കുന്ന വിക്ടിം കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെയാണ്. കരച്ചിലും പിഴിച്ചിലും, അയ്യോ പിച്ചി മാന്തി, ജാസ്മിൻ എന്നോട് അങ്ങനെയാണ് പെരുമാറുന്നത്, എന്ത് ചെയ്യാൻ പറ്റും, തന്നോട് അങ്ങനെയാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ക്വിറ്റ് ചെയ്തിട്ട് പോവുക, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഗെയിം കളിക്കുക. ഇപ്പം എല്ലാവർക്കും കൂടെ വന്ന് നോറ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കിയിട്ട് സംരക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എല്ലാ ആൾക്കാരും അങ്ങനെയാണ്, അവരുടെ പുറകെ നടന്നിട്ട് അലമുണ്ടാക്കുന്നതാണ് നോറ. അവിടെ റസ്മിൻ ജാസ്മിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മറ്റേ അപ്സര ശരണ്യം തമ്മിൽ ഒരു അടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കും നോറ ഇങ്ങനെ വലിഞ്ഞു കയറി വരികയാണ്. അവിടെ അപ്പം നന്ദന കണക്കിന് കൊടുക്കുന്നത് കണ്ടു. എല്ലായിടത്തേക്കും വലിഞ്ഞു കയറിപ്പോയി ഒരു വിക്ടിമായി മാറി വിക്ടിം ഗെയിം കളിക്കുന്ന വിക്ടിം നോറ എന്നുള്ളതാണ് മൊത്തത്തിൽ ഇവരുടെ ഗെയിം കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ തോന്നുന്നത്. ഇതൊക്കെയാണ് എനിക്ക് എപ്പിസോഡിൽ തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.